ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് കരുതൽ എന്ന പുതിയ മൂവിയുടെ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയോട് നമുക്ക് കരുതലിനെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ ചോദിച്ചറിയാം. ഹായ്. ഹായ്. ജോമി അല്ലേ പേര്? ജോമി ജോസ്. ജോമി ജോസ്. ഓക്കെ. ജോമി ജോസ് സിനിമയിൽ ഇപ്പോൾ കരുതൽ എന്ന് പറയുന്ന മൂവി എടുക്കുകയാണ്. അപ്പോൾ ഈ കരുതലിലേക്ക് വരുമ്പോൾ എന്താണ് കരുതലിൻ്റെ ഒരു മൂവിയുടെ പ്രത്യേകത എന്താണ്? കരുതൽ എന്ന് പറഞ്ഞ സിനിമയുടെ പേരിൽ തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു വാക്ക് എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് ബന്ധങ്ങളായാലും ഇപ്പോൾ ഒരു പേരൻസ് മക്കൾ ബന്ധമായാലും, അതല്ല ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധമായാലും, ഒരു കമിതാക്കൾ തമ്മിലുള്ള ബന്ധമായാലും, എന്താണെങ്കിലും ആ എല്ലാ ബന്ധങ്ങളിലും ഒരു കരുതലുണ്ട്. ആ ഒരു കരുതലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ബന്ധത്തിനൊരു ബേസ് ഉണ്ടാകത്തുള്ളൂ. അതിലൂടെയുള്ള ആ ബന്ധം വളരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിനിമയിലും ആ ഒരു കാര്യം തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒരു അമ്മ-മകൻ ബന്ധമുണ്ട്, കൂട്ടുകാരുടെ ബന്ധം, പ്രണയിനികളുടെ ബന്ധം, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാമിലി മൂവിയാണ് കരുതൽ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആ കഥയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പേര് കരുതലാണെന്ന് നമുക്ക് തോന്നി. ഇപ്പൊ ഈ സിനിമയിലേക്ക് ഒരു ആദ്യത്തെ സിനിമയാണ് ശരിക്കും. അതിന് മുമ്പ് കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ പെട്ടെന്ന് ആ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് പെട്ടെന്നൊരു സിനിമയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അതിനുള്ള സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിയത്? അതിനുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒന്ന് ഫാമിലി, പിന്നെ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് സർക്കിളുണ്ട്, പിന്നെ കുറച്ചൊരു ടീമുണ്ട് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അതായത് നമ്മളൊരു 10-12 ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി, കുറച്ച് അപ്രീസിയേഷൻസ് കിട്ടി, കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ കുറച്ച് അപ്രീസിയേഷൻസ് കിട്ടി. പിന്നെ ആ സിനിമകളിലെല്ലാം തന്നെ ഷോർട്ട് ഫിലിമിലെല്ലാം തന്നെ കുറച്ച് മെസ്സേജുകൾ സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കഥ എഴുതുക അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിന്നിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഒരു ആക്സിഡൻ്റലിയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഞാൻ ബൈ പ്രൊഫഷൻ നഴ്സാണ്. 2019-20 കാലഘട്ടത്തിൽ കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ കോവിഡിൻ്റെ സമയത്ത് കുറേ കഷ്ടപ്പാടുകൾ നഴ്സുമാർ അനുഭവിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ രോഗികളുടെ അടുത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഡ്യൂട്ടിയൊക്കെ ചെല്ലുമ്പോൾ ആരും നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. കോവിഡ് രോഗികളുടെ അടുത്തേക്കാണ് അവിടുന്ന് വരുന്നവരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തി. നമ്മുടെ അവിടെ എന്താ ഒരു കോവിഡ് രോഗിനെ ഓടിച്ചിട്ട് ആംബുലൻസ് കയറ്റുന്ന രംഗമൊക്കെ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം എനിക്ക് തന്നെ ഫീൽ ആയി. ഞാൻ പറഞ്ഞു ഓൾറെഡി കിടങ്ങൂർ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അന്നേരം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ആക്റ്റീവായി വന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരും പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്തതായിരുന്നു. എല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഥയൊക്കെ എഴുതുന്നത്, നഴ്സുമാരെ കുറിച്ചൊരു കഥ എഴുതുക. പിന്നെ അത്യാവശ്യം കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തിരിപ്പുണ്ട്, ചാൻസസ് കിട്ടാതെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചാൻസും കൊടുക്കുക, അതായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം എല്ലാവരും കഴിവുള്ളവരെ വിളിച്ചാൽ നീ അടുത്ത് ചെയ്യുന്നൊക്കെ പറയണേ. പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുവാനായിട്ട് കുറച്ച് പേരും കൂടെ വേണ്ടേ. അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചത്, അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടത്തുള്ള കഴിവുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടി ഒരു കഥ എഴുതി ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. അങ്ങനെ ആ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിന് തന്നെ ജാഗ്രത എന്നായിരുന്നു പേര്. അപ്പം അതിന് തന്നെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഒരു ഷോർട്ട് ഫിലിം നഴ്സിംഗ് റിലേറ്റഡ് എഴുതി, അതും ഇതേപോലെ തന്നെ ഒരു അവാർഡൊക്കെ കിട്ടി. ഓക്കെ. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മളൊരു സിനിമയാക്കണം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള താല്പര്യമൊക്കെ എല്ലാ മനുഷ്യരിലും ഒരു പരിധിവരെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇപ്പോൾ ഒരു അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ ഒരു നോളജ്, നമ്മളിങ്ങനെ ഒരു പാഷനെ നമ്മുടെ മനസ്സിലില്ലായിരുന്നു. ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിം എടുത്തു വന്നപ്പം നമുക്ക് തന്നെ തോന്നി എവിടെയോ നമുക്കൊരു ദൈവം എന്ന് പറഞ്ഞ ഒരു ടാലൻറ്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്കിന് കിട്ടിയെന്ന് പറയാം. ഇത് കുറച്ച് അവാർഡ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീട്ടുകാരും ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് സപ്പോർട്ടോടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി ആ ഒരു ടാലൻറ്റ്. അതായത് നമ്മളിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ടാലൻ്റ് ഉണ്ട്. നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കുറച്ച് ടാലൻസ് ഉണ്ട്. പക്ഷെ ഒരു പക്ഷേ അതിലപ്പുറം ചില ടാലൻസ് നമ്മൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അതൊക്കെ ഒരു ടേണിംഗ് പോയിന്റിലായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിരിക്കും. നമുക്ക് കുറച്ച് നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ വഴി മറ്റുള്ളവർക്കും പല ഗുണങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. എനിക്കൊരു ആഗ്രഹവും ഇല്ലായിരുന്നു, ഇങ്ങനൊരു ടാലൻറ്റ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുമില്ലായിരുന്നു. ആക്സിഡൻ്റലി ആ കോവിഡ് ടൈമിൽ ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ കുറച്ച് അപ്രീസിയേഷൻസ് കിട്ടി. ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നതാണ്. ഓക്കെ. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഇപ്പം ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഒത്തിരി വലിയ മുതിർന്ന ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ട്.
അവരുടെ കൂടെ പുതുമുഖങ്ങളായിട്ട് വന്നിരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ചുറ്റുപാടും തന്നെയുള്ള കുറച്ച് ആൾക്കാർ, അതായത് നഴ്സായിട്ടും ഡോക്ടറായിട്ടും ഒക്കെയുള്ള കുറച്ച് പേരായിട്ടാണ്. അപ്പോൾ ഇവരെയൊക്കെ എടുക്കാൻ നേരത്ത് അവർ അഭിനയിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്തേ? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിനകത്ത് ഞാൻ നേഴ്സാന്ന് പറഞ്ഞല്ലോ. അപ്പം നേഴ്സുമാർ കുറച്ചധികം പേരുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ട്, പിന്നെ ഡോക്ടേഴ്സുണ്ട്, എല്ലാം വർക്ക് ചെയ്തവരൊക്കെയാണ്. അപ്പോൾ ആ ഒരു സൗഹൃദ വലയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൗഹൃദങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പം ഒത്തിരി ആളുകൾ ഒബ്സർവ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചെറിയ ഒരു ടാലൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നോട്ട് ചെയ്യുമല്ലോ. അങ്ങനെ നോട്ട് ചെയ്താണ് നമ്മൾ കുറച്ച് പേരെ ഇതിനകത്ത് നമ്മൾ അവരുടെ വീഡിയോസൊക്കെ കണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കുറച്ച് ഒരു സിനിമയാണ്, കുറച്ച് ഫെമിലിയർ ആർട്ടിസ്റ്റുകളും വേണം. അതിനൊരു നമ്മൾ കുറച്ച് പേരെ കണ്ടെത്തി ബാക്കിയുള്ള അവസരം കിട്ടാൻ ടാലൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്യമത്തിലാണ് ഞാൻ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി കുറേ പേരെ പരിചയപ്പെട്ട് അവരുടെ റീൽസ് വീഡിയോസൊക്കെ കണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ നോക്കിയത് എൻ്റെ സർക്കിളിൽ ഞാൻ നേരത്തെ നോട്ട് ചെയ്യപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, അവരോട് ചോദിക്കുക, അതിനുശേഷം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റിയത്. മുതിർന്ന ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് നായക കഥാപാത്രം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് മുരളിയാണ്, എല്ലാവർക്കും അറിയാവുന്ന. റീസെന്റ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ നായകനൊക്കെ ആയിരുന്നു. പിന്നെ സിബി തോമസ് സാറുണ്ട്, കാനങ്ങാട് DYSP, ക്രൈം ബ്രാഞ്ച് DYSP. പിന്നെ സുനിൽ സുഗത സാറ്, കോട്ടയം രമേശ്, പിന്നെ RJ സുരാജ് എന്ന് പറഞ്ഞ FM റേഡിയോയിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള സുരാജ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ രേഖാചിത്രം ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ രേഖാചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ച ട്വിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞ് അവരെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അവരൊക്കെയാണ് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും മിനിമം ഷോർട്ട് ഫിലിംസിലെങ്കിലും കുറച്ച് പേര് ഒഴികെ അഭിനയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നവരായിരുന്നു ഈസി ആയിട്ട്. പിന്നെ പുതിയ ആളുകളാണെങ്കിലും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സർക്കിളിൽ നിന്ന് കിട്ടിയവർ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് അവരെയൊക്കെ തിരഞ്ഞെടുക്കാൻ കാരണം. ഷൂട്ടിംഗ് സമയം, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. കോട്ടയം ഉഴൂരായിരുന്നു മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്, എൻ്റെ നാട്. പിന്നെ നമ്മുടെ പാല, പിന്നെ കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റലുണ്ട്. അപ്പം അവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഷൂട്ടിംഗ് ടൈം വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സിസ്റ്റർ സുനിത അവിടുത്തെ ഡയറക്ടർ, സിസ്റ്റർ അനിജ അവിടുത്തെ ജോയിൻറ്റ് ഡയറക്ടർ, അവരൊക്കെയാണ് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അത് ഒരു മെയിൻ ലൊക്കേഷനായിരുന്നു. പിന്നെ നമുക്ക് ഈ കല്ലറ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് കല്ലറയിൽ, കോട്ടയം കല്ലറയിൽ, സെൻറ്റ് മാത്യൂസ്, അവിടുത്തെയും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഉള്ളത് നമുക്ക് പെരുമ്പാവൂര്, അങ്ങനെ കുറച്ച് ഏരിയകൾ, ഏറ്റുമാനൂർ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഒരു സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു ജിമ്മുണ്ട്, VKR എന്ന് പറഞ്ഞ ഒരു ജിമ്മ്, തെള്ളകത്ത് കാരത്താസിൽ തന്നെ ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മെയിൻ ലൊക്കേഷൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഈ സിനിമ അതുപോലെ തന്നെ ഒരു സിനിമയ്ക്ക് പാട്ട്, ഇപ്പൊ മലയാള സിനിമയ്ക്ക് പാട്ട് ഇല്ലാതൊരു ചിന്ത ഇല്ല. അപ്പൊ ഈ സിനിമയിലും പാട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയ്ക്ക് ഇത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ പാട്ടൊന്നും വേണ്ടെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പാട്ട് വേണ്ട എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും എടുത്ത് മുമ്പോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി പാട്ട് വെച്ചാലും കൊള്ളാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്ന്. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ ഓൾറെഡി 3 പാട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും 3 പാട്ടുകൾ എന്തായാലും തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. അല്ല, അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നില്ല ഈ ഒരു? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു, നമ്മൾ ഷൂട്ടിംഗ് ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് പ്ലാനിങ് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ പിന്നെ അതിന്റെ ഒരു പ്രോഗ്രസ് കണ്ടപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നി. അപ്പം നമ്മൾ ഓക്കെ, എനിവേ നോക്കുന്ന കുറച്ച് വിഷ്വൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം പാട്ടിന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞ് നമ്മളത് പ്ലാൻ ചെയ്ത് എടുത്തു വെച്ചു. പിന്നെ നമ്മൾ പാട്ട് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള പരിപാടികളിലാണ്. ഓൾറെഡി നമ്മൾ ഞാൻ അതാണ് പറഞ്ഞു, ഷൂട്ടിംഗ് തുടങ്ങിയ തൊട്ട് മുമ്പ് നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു. തുടങ്ങിയ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി പാട്ടിന് വേണ്ടി. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനിങ് നമ്മൾ മാറ്റിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നൊരു പുതിയ, അതായത് വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയോ ഇപ്പം നിലവിൽ? നമ്മൾ സ്റ്റാർ വാല്യൂ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ വെക്കുന്നില്ല, ഞാൻ പേഴ്സണലി വെക്കുന്നില്ല. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിൽ പുറമെ ഇപ്പൊ തിയേറ്ററുകളാണെങ്കിലും തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കൊരു മിനിമം ഒരു അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. മിനിമം ഞാൻ പ്രശാന്ത് മുരളി, കോട്ടയം രമേശ്, സുനിൽ സുഗത, CB തോമസ്, ഇവരൊക്കെ എന്താ പറയുക കുറച്ച് ഒരു ഫെമിലിയർ ഫേസ് എന്ന് പറയാമല്ലോ. പിന്നെ നമ്മുടെ കഥയിലും സ്ക്രിപ്റ്റിലും നമുക്കൊരു ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജബിൾ ആണെന്ന് തോന്നുന്നു.
പണ്ട് ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ധാരണയിൽ അത് മറ്റാരെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഹെവൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. അപ്പം ലാസ്റ്റ് ചെയ്ത് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ത്രെഡാണ് ഞാൻ ഈ കരുതൽ എന്ന് പറയുന്ന സിനിമയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കൺസെപ്റ്റും അതിൻ്റെ സ്റ്റോറിയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അത് ഷോർട്ട് ഫിലിം ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2-3 നാഷണൽ ലെവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അവാർഡ്സൊക്കെ കിട്ടി. പിന്നെ ആളുകൾ പറഞ്ഞു പിന്നെ ഇതൊരു ട്രൂ ഈവൻറ്റ്സ് ബേസ്ഡ് സ്റ്റോറി ഇതിനകത്ത്. ഈ ഷോർട്ട് ഫിലിം ഈ ഒരു സിനിമ കാണുന്ന ഓരോ വ്യക്തികൾക്കും തീർച്ചയായിട്ടും അവരുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പലരും എന്നോട് പറഞ്ഞത് ഇതൊരു സിനിമയ്ക്ക് ഒരു ആനുകാലിക പ്രസക്തിയുള്ള ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും നമ്മളത് കാണുമ്പോൾ മനസ്സിലാവും സമൂഹം ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പം അത് പലരും പറഞ്ഞു ഒരു ഫിലിമിനുള്ളൊരു കണ്ടന്റ് ഉണ്ടല്ലോ ചിന്തിച്ചുകൂടെ എന്ന്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയതും നമ്മുടെ ഓൾറെഡി ഉള്ള ടീമിനൊക്കെ വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ സിനിമ നിലവിലിപ്പോൾ ഏത് സ്റ്റേജ് വരെ എത്തി? നിലവിലിപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെയൊക്കെ ഏകദേശം എഡിറ്റിംഗ് ഒക്കെ കഴിയാറായി. ഡബിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മളൊരു മെയ് മാസത്തിൽ തന്നെ തിയേറ്ററുകളിൽ എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമ ഇറങ്ങി നിങ്ങളെപ്പോലുള്ള ഒരു പുതിയ കുറച്ച് കലാകാരന്മാർ ഇവിടെ വളരെ സക്സസ് ആയിട്ട് വിജയിക്കട്ടെ, സിനിമ വിജയിക്കട്ടെ, പുതിയ സിനിമകൾ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.